എന്നാ പറയും. അവരിൽ ആരുടെ കബറാണ് ജാറമാക്കിയിട്ട് ആരാണ് കെട്ടിയുണ്ടാക്കിയത്? തെളിവ് പറയണം. ആരുടെ മയ്യത്തിൻ്റെ കാലിൻ്റെ ഭാഗത്താണോ തലയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ നടുവിലാണോ എവിടെ ആവട്ടെ ആരാണ് ഇരുന്നിട്ട് ഒരു സ്വഹാബി വഫാത്തായപ്പോൾ റസൂൽ അടക്കമുള്ള അക്കാലത്തുള്ള ആളുകൾ ആരെങ്കിലും വഫാത്തായപ്പോൾ ആരാണ് അവിടെ ഇരുന്നിട്ട് ഖുർആൻ പാരായണം നടത്തിയത്? പറയണങ്ങൾ. ആരാണ് ആ മയ്യത്ത് അവിടുന്ന് അവിടുന്ന് എടുക്കുമ്പോൾ അൽഫാത്തിയ വിളിച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയത്? തെളിവ് പറയണങ്ങൾ. അന്നത്തെ കാലത്ത് നിന്നാൽ മതി, അവിടെ നിന്നാൽ പോരെങ്ങൾക്ക്. അതൊക്കെ പോട്ടെ, ആരുടെ കബറിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് കത്തം തീർത്തത്, കത്തപ്പര കെട്ടിയത്? ആരുടെ 3-നാണ് കണ്ണൂക്ക് നടത്തിയത്? ആരുടെ 7-നാണ് മങ്കൂസ് ഓതിയത്? ആരുടെ 16-നാണ് അടിയന്തരം നടത്തിയത്? ആരുടെ 40-നാണ് മൗലൂദ് നടത്തിയത്? ആരുടെ ആണ്ടാണ് നടത്തിയത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് കേൾക്കുന്നവർ നല്ല ഉദ്ദേശത്തോടു കൂടെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണം. കാരണം നാമൊക്കെ സുന്നികളാണ്. നമ്മളിൽപ്പെട്ട ചില ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ, സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗലിദൊക്കെ നടത്തി അടുത്തുള്ള മഖ്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത്, സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ്, നമുക്കൊന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ ഈ സംസാരിച്ച മുസ്ലിയാരുടെ പേര് നാസറുദ്ദീൻ സഖാഫി കോട്ടയം എന്നാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഇതെന്താണെന്ന് ഒന്ന് വിശദീകരിക്കണം, ഒന്ന് റിയാക്ട് ചെയ്യണം, പ്രതികരണ വീഡിയോ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പല സഹോദരന്മാരും ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന സഹോദരന്മാരോടും അതുപോലെ തന്നെ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും എനിക്ക് കഴിവിൻ്റെ പരമാവധി ഈ വിഷയത്തെക്കുറിച്ച് പറയുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇവിടെ കുറേയേറെ കിതാബുകൾ പല ഉസ്താദുമാരുടെ മുൻപിൽ നിന്ന് പഠിക്കുകയും ആ കിതാബുകൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ബറേൽവികളും കേരളത്തിലെ സമസ്തക്കാരിലെ ഒരു വിഭാഗവും ആയ ആളുകൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിൽ നാമധേയം ചെയ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മനുഷ്യ ദൈവമായിക്കൊണ്ട് അവരോധിക്കാൻ പോകുന്ന ഒരാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന് സഖാഫി ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ ഒരു മനുഷ്യനാണ് ഈ നാസറുദ്ദീൻ സഖാഫി എന്ന് പറയുന്ന കോട്ടയംകാരൻ. അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക വീക്ഷണത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഇത്രയേറെ കിതാബുകൾ ഓതിയിട്ടും ഇത്രയേറെ ഉസ്താദുമാർ മുഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആളുകൾക്ക് മുമ്പിലിരുന്നു കൊണ്ട് ദീനഭ്യസിച്ചിട്ടും താങ്കളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ആ ഒരു വിഷമത്തോടെയാണ് വീഡിയോ തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നാസറുദ്ദീൻ സഖാഫി പറയുന്നത് എന്താണ്? ചില ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വഹാബികളായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഇത് ഇദ്ദേഹത്തിൻ്റെ പരാതി മാത്രമല്ല, ഇത് ഈ ശ്രേണിയിലുള്ള ഇതുപോലെയുള്ള പൗരോഹിത്യം ഉപജീവനമാക്കി മാറ്റിയിട്ടുള്ള പല ആളുകളുടെയും മുസ്ലിയാക്കന്മാരുടെയും പണ്ഡിത വേഷധാരികളുടെയും ഒരു ആക്ഷേപമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൗദി അറേബ്യയിലൊക്കെ പോയി ജീവിച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൗദി അറേബ്യ എന്നുള്ളത് ഇന്ന് പരമാവധി ലോകത്ത് ഏറ്റവും പരമാവധി ഇസ്ലാമിക ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രമാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നുള്ളത്. ആ സൗദി അറേബ്യയിൽ ഇവർ പറയുന്ന ഈ സംഭവങ്ങളൊന്നുമില്ല. ഇന്നിവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന മാലമൗലൂദുകൾ, ജാറ വ്യവസായം, അതുപോലെ തന്നെ മരിച്ച മയ്യത്തുകളോടും മയ്യത്തല്ലാത്തവരോടും വേരുകളോടും തുണിയോടും ഇനി എന്തിനോടൊക്കെ അല്ലല്ലാത്ത എന്തിനോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ പറ്റുമോ എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ആ പോയി വരുന്ന ആളുകൾ വഹാബിയായിട്ടാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇവിടെ എന്താണ് വഹാബിസം, എന്താണ് അവർക്ക് വരുന്ന മാറ്റം, എന്താണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്, എല്ലാം നമുക്കിന്ന് ഇവിടെ ചർച്ച ചെയ്യാം. അദ്ദേഹം കുറച്ചുകൂടി പറയട്ടെ. ഈ വീഡിയോയിൽ കുറച്ചധികം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഇസ്ലാമിക വീക്ഷണം
അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അധിഷ്ഠിതമായി അള്ളാഹുവിൻ്റെ അസ്തിത്വമായ വഹദാനിയത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ മതമായ അല്ലെങ്കിൽ അള്ളാഹുവിങ്കൽ മതമായിട്ടുള്ള ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന ഈ പരിശുദ്ധ ദീനിനെ ഇതിനെ വളച്ചൊടിക്കുന്നത്? അദ്ദേഹം പറയട്ടെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത്. അയാൾ ജനിക്കുന്നത് 1703 ക്രിസ്താബ്ദം 1703. ഇത് 2025. അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല. അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല. ഇവിടെ അദ്ദേഹം പറയുന്നു വഹാബിസം എന്ന് പറയുന്ന ആ ഒരു ഇസം കൊണ്ടുവന്നത് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് വഹാബിസം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുജ്തഹിദുമായ ഒരു കാലഘട്ടത്തിൻ്റെ പണ്ഡിത കേസരി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാസറുദ്ദീൻ മൗലവി, നാസറുദ്ദീൻ മുസ്ലിയാരെ, നാസറുദ്ദീൻ സഖാഫി, നിങ്ങൾക്ക് അത് തെളിയിക്കാം. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം കൊണ്ടുവന്നു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നിൽ ഒരു വിധേയനായിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കുവാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ട് എന്തെങ്കിലും ഒന്ന് പരിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, നിങ്ങളിലുള്ള പല ആളുകളും അത് കൊണ്ടുവന്നു എന്നുള്ളത് ഈ സാധുവായി എനിക്ക് പോലും തെളിയിക്കാൻ കഴിയുമെന്ന ആ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് മറക്കാതെ ഇരിക്കുക എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറയട്ടെ, ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജനിച്ചത് എപ്പോഴാണ് എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പരിശുദ്ധ ദീനിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിങ്കൽ മതമായ ഈ ദീനിലേക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം? പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ആസാറു സ്വഹാബ, ഇതല്ലാണ്ട് എന്തെങ്കിലും കൊണ്ടുവന്നു എന്ന് തെളിയിക്കാൻ നിങ്ങളോടെന്നല്ല നിങ്ങളെപ്പോലെ ആരൊക്കെയുണ്ടോ അവരോടെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തുടരൂ താങ്കൾ. അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല. നമ്മുടെ കേരളം പോലെ, ആദ്യം കേരളമായിരുന്നത് പോലെ കുറേ നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത്. ഇരിക്കട്ടെ, പറയാം. അന്ന് ഇദ്ദേഹം ഈ ആശയം കൊണ്ടുവരുമ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യമില്ല, ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ്. പലരും അയാളെ തള്ളി. അവസാനം ഒരാളുമായി അമീർ മുഹമ്മദ് സുഹദ് എന്ന് പറയുന്ന ആളുമായി ടൈപ്പ് ചെയ്തു, എഗ്രിമെന്റുകൾ ഉണ്ടാക്കി. ഈ നാട് മുഴുവൻ പിടിച്ചടക്കുകയാണെങ്കിൽ ഭരണം ആലു സുഹദിനും മതം പറയാനുള്ള അവകാശം എനിക്കും കിട്ടണമെന്ന ഡിമാൻഡിൽ രക്തപ്പുഴ ഒഴുക്കി. 1703 ജനിച്ച അദ്ദേഹം 1727 ആദ്യമായി അങ്ങനെ ഒരു ആശയത്തിന് അസ്ഥിവാരമിടുന്നത്. ശരി, എന്തായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയുടെ അവസ്ഥ? അത് ഈ പറയുന്ന വ്യക്തിക്കും ഈ കൂട്ടത്തിനുമെല്ലാം അറിയാമെങ്കിലും ഇത് അറിയാതെ ഇവരുടെ പിന്നാലെ നടക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. അന്ന് ഖിലാഫത്തെല്ലാം അവസാനിച്ചുകൊണ്ട് തുർക്കികളുടെയും മറ്റു പല വിഭാഗങ്ങളുടെയും കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ടും ഈ പറയപ്പെട്ട ചെറുസംഘങ്ങൾ എന്ന് പറയുന്ന മക്കം ഫതഹ് എന്ന് പറയുന്ന ആ ഒരു സമയത്തിനു ശേഷം ഖലീഫമാരുടെ കാലഘട്ടത്തിലൊക്കെ ഒറ്റ ഭരണത്തിന് കീഴിലായിരുന്ന അല്ലെങ്കിൽ ഒറ്റ നേതൃത്വത്തിന് കീഴിലായിരുന്ന ആ ഒരു രാജ്യം പിന്നീട് എങ്ങനെയാണ് വെട്ടിമുറിക്കപ്പെട്ടത് അത് പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒറ്റ ഭരണത്തിന് കീഴിലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒറ്റ നേതൃത്വത്തിന്, ഒറ്റ ഭരണകർത്താവിന് കീഴിലായിരുന്നല്ലോ. പിന്നീട് എന്നാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ആരാണിത് സംഭവിക്കാൻ കൂട്ടുനിന്നത്? അതെന്തുകൊണ്ട് നാസറുദ്ദീൻ സഖാഫിമാരെ നിങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിച്ച് പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് നാട്ടുരാജാക്കന്മാരോ അവരുടെ വിശ്വാസങ്ങളോ അവരുടെ അനുഷ്ഠാനങ്ങളോ അവരുടെ ആചാരങ്ങളോ ഇതൊന്നും നോക്കേണ്ടതില്ല. പരിശുദ്ധ കഅബാലയത്തിലേക്ക് അവിടേക്ക് പോകാം. മസ്ജിദുൽ ഹറാം, അവിടെ 4 മുസല്ല ഇട്ടുകൊണ്ട് 4 ഇമാമുമാരുടെ കീഴിൽ 4 മദ്ഹബിൻ്റെ ആളുകളായിക്കൊണ്ട് നിസ്കരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കലാമ് പരിശുദ്ധ ഖുർആന് അത് മാറ്റിവെച്ചവരോട് പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ, വഹ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താ അത് പറയുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ ക്ഷയിച്ചു പോകും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് ന്യായീകരണം എന്താ പറയുകയെന്നറിയോ? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ 73 കൂടുതലൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം നമുക്കത് ആവാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പേരിൻ്റെ സീലിൻ്റെയും കൊടിയുടെയും പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും എണ്ണത്തിന് വേണ്ടിയിട്ടും വണ്ണത്തിന് വേണ്ടിയിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും വഹന് എന്ന് പറയുന്ന ആ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. വഹന് നിങ്ങളിലേക്ക് വരുന്നതോടെ നിങ്ങൾ ശക്തി ക്ഷയിച്ചു പോകും.
വിരലിലെണ്ണാവുന്ന ആളുകൾ നിന്നുകൊണ്ട് വലിയ വലിയ സൈന്യങ്ങളോട് പടപൊരുതി നിന്നിരുന്ന അവിടുന്ന് വിജയം കരസ്ഥമാക്കിയിരുന്ന ആ ഒരു ഉമ്മത്തിനെ, ആ ഒരു സമൂഹത്തെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കുവാൻ മാത്രം പ്രാപ്തരാക്കിയ 6-ാം നൂറ്റാണ്ടിലെ ആ ജനതയിൽ നിന്ന് പിന്നീട് ഇങ്ങനെ ഭിന്നിച്ച് പോകുന്ന വിഭാഗങ്ങളുണ്ടാക്കിയ ആളുകൾ പറയുകയാണ്, അന്നവിടെ ആ ഒരു കഅബാലയത്തിൽ പ്രവേശിച്ചുകൊണ്ട് 4 ഇമാമുമാരെ ഒരു ഇമാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ ഭിന്നിച്ച് ഭരണം നടത്തുകയും ജീവിക്കുകയും ചെയ്തിരുന്ന ആളുകളെ ഏകോപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതാണോ അവർ ചെയ്ത തെറ്റ്? അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പറഞ്ഞതിന് വിരുദ്ധമായിക്കൊണ്ട് എന്താണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്? മുസ്ലിയാരെ നിങ്ങളൊന്ന് പറഞ്ഞെന്നാണ്, ഞങ്ങൾക്കൊന്ന് പഠിക്കാനാണ്. ആദ്യത്തെ ദൗലത്തു സൗദിയ, സൗദി അറേബ്യ അല്ല, ദൗലത്തു സൗദിയ 1744 ഉണ്ടാക്കുന്നത്. കുറഞ്ഞ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അക്രമം കാണിച്ച് കുറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചത് 1744 രണ്ടാമത് ആ രാജ്യം വികസിപ്പിക്കുന്നത്, ദൗലത്തു സൗദിയ വികസിപ്പിക്കുന്നത് 1818 അതിന്റെ ഇടയിൽ 1806 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ നിലനിന്നിരുന്ന നിരവധി മഖ്ബറകളെയും മറ്റുമൊക്കെ തച്ചു തകർക്കുകയും ഒന്നാം തകർക്കൽ സമരം നടത്തുകയും ചെയ്തു 1806. ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഖബർ വ്യവസായത്തിലേക്കാണ് ഇവരിത് കൊണ്ടെത്തിക്കുന്നത്. ഇവർക്ക് പരിശുദ്ധ ദീൻ പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് മുമ്പിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാര്യം ദീനൊരു വ്യവസായ സംരംഭമല്ല, ദീനൊരു കോർപ്പറേറ്റ് സംവിധാനമല്ല, ദീന് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട സംഭവമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിലേക്ക് ഇവർക്ക് ബിസിനസ് ചെയ്യുവാൻ എന്തെങ്കിലും വേണം. അതിന് ഒന്നാമതായിക്കൊണ്ട് ആദ്യം മുതലേ കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ് ഖബർ വ്യവസായം. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന ജാറങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവിടെ അദ്ദേഹത്തിൻ്റെ പ്രയാണം ആരംഭിച്ചത് എന്നാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ജാറത്തിന് എന്ത് സാധ്യതയാണുള്ളത്, എന്ത് തെളിവാണുള്ളത്, എന്ത് വാല്യൂ ആണുള്ളത്? മക്ബറകളുണ്ട്. മക്ബറ എന്ന് പറഞ്ഞാൽ ഖബർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ഖബറുകൾ എന്ന് മാത്രമാണ് മക്ബറ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. ഒരു ഖബർസ്ഥാനെ, പള്ളിക്കാട് ഖബർസ്ഥാന് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തെ മക്ബറ എന്ന് പറയുന്നത് എല്ലാവരുടെയും വിചാരം ജാറം എന്നുള്ള ഒരു അർത്ഥത്തിലാണെന്ന്. അല്ല, ജാറം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലില്ല. ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കാൻ പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിലില്ലാത്ത ജാറങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കാലത്ത് പൊളിക്കപ്പെട്ടു എങ്കിൽ അതിലെന്താണ് തെറ്റ്? നിങ്ങളുടെ ദീൻ ഏതാണ്? നിങ്ങളുടെ പ്രമാണം എന്താണ്? നിങ്ങളെന്താണ് വിശ്വാസത്തിന്, ഹുജ്ജത്തിന് നിങ്ങളെടുക്കുന്ന ദലീല്? ഇതൊക്കെ പറയേണ്ട മുസ്ലിയാരെ. ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടിയും, ഇതൊരു അക്കാദമിക് പർപ്പസായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിൽ നമുക്ക് കൂടുതൽ രസകരമായ വാക്കുകളൊന്നും പറയാൻ കഴിയില്ല. കാര്യം ആദർശമാണ്. അപ്പോൾ ഇതിനു മുമ്പേയൊക്കെ പറഞ്ഞത് ആദർശമല്ലേ എന്നുള്ളത്. പച്ച വിവരക്കേടുമായിട്ട് വരുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ പറയാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സരസമായിക്കൊണ്ട് ഖുറാഫാത്ത് വളരെ വളരെ നല്ല രീതിയിൽ ഈ ദീനുൽ ഇസ്ലാമിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ചില പാതിരിമാരെയാണ് നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മക്ബറകൾ പൊളിച്ചു അല്ലെങ്കിൽ ജാറങ്ങൾ പൊളിച്ചു എന്നാണ് പറയുന്നത്. ജാറം എന്ന ആ ഒരു കാര്യത്തിന് ഇസ്ലാമിൽ എന്ത് തെളിവാണുള്ളത് ഉണ്ടെങ്കിൽ ആ ഒരു തെളിവാദി നിങ്ങൾ കാണിക്കുക. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജാറം പൊളിച്ചു എങ്കിൽ പൊളിക്കാനുള്ള തെളിവ് ഞാൻ കാണിക്കാം. പൊളിക്കാതിരിക്കുവാൻ, അത് പണിയുവാൻ, എടുപ്പുണ്ടാക്കുവാൻ, അതുമേൽ കയറി ഇരിക്കുവാൻ, അതുമേ പെയിൻ്റ് അടിക്കുവാൻ, അതുമേ മറ്റുള്ള സിമെൻറ്റും മറ്റുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് കട്ട വെച്ച് കൂട്ടിക്കൊണ്ടത് വലിയൊരു ആരാധ്യ സ്തൂപമാക്കുവാൻ, കിടത്തിവെച്ച വിഗ്രഹമാക്കുവാൻ ഇസ്ലാമിൽ എന്ത് തെളിവാണുള്ളത്? മുസ്ലിയാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ടെങ്കിൽ പറയുക എന്നാണ് പറയാനുള്ളത്. ഇനിയും കുറച്ചുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, കേൾക്കാം. 1818 രണ്ടാം ദൗലത്ത് സൗദിയ, 1921 മൂന്നാം ദൗലത്ത് സൗദിയ. അപ്പോഴും സൗദി അറേബ്യ വന്നിട്ടില്ല. അങ്ങനെ 1921 മൂന്നാം ദൗലത്ത് സൗദിയ ഉണ്ടാക്കിയതിന് ശേഷമാണ് 1922 26 വീണ്ടും മക്കയിലും മദീനയിലും ജന്നത്തുൽ ബഖയിലും ഒക്കെ ഉണ്ടായിരുന്ന കുംഭകാരണങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി വിശ്വാസികൾ വീണ്ടും അതൊക്കെ ഉയർത്തിക്കെട്ടിയപ്പോൾ 1926 നടന്ന വീണ്ടും തകർക്കൽ സമരത്തിൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം. അപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത്
ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ളയാണ് അതൊക്കെ പൊളിച്ചത് എന്നാണ്. പിന്നീട് പറയുന്നു വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 1926 ശേഷമാണ് വീണ്ടും പൊളിക്കാൻ തുടങ്ങിയത്. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനാണോ സ്വഹീഹായ ഹദീസാണോ അടിസ്ഥാനം എന്നല്ല, ഇവരുടെ ജാറ വ്യവസായം, ഇവരുടെ ബിസിനസ്, അതിന് കോട്ടം വന്നോ എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പൊളിച്ചു നീക്കിയെങ്കിൽ എന്തിനാണ് മുസ്ലിയാരെ നിങ്ങൾ ഇവിടെ കിടന്ന് കുരുപൊട്ടിക്കുന്നത്? അതിന് നിങ്ങൾക്ക് അങ്ങനെ അത് ഇസ്ലാമിൽ ഉണ്ട് എങ്കിൽ അത് അവിടെ പോയിട്ട് വാദിച്ച് അവിടെ വീണ്ടും പണിയേ അല്ലേ? അതല്ലേ വേണ്ടത്? അവരുടെ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പണി അപ്പം കിട്ടും. അവരുടെ ന്യായീകരണമല്ല പറയുക, പരിശുദ്ധ ഖുർആനാണ് തെളിവാക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ സ്വഹീഹായ ഹദീസാണ് അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരിക. അങ്ങനെ പണിഞ്ഞുണ്ടാക്കിയിട്ട് പൊക്കാൻ പറ്റൂല. ഇസ്ലാം അത് നിരോധിച്ചിട്ടുണ്ട്. ഇസ്ലാം ഖബറിനെ ആരാധിക്കുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. ഖബർ പണിയുന്നത് അത് ഹറാമാണ്. വസീലത്തൂന ഇല ഷിർക്കാണ്, ഷിർക്കിലേക്ക് വഴിവെക്കുന്ന സംഭവമാണ്. നിങ്ങൾ ഈ മയ്യത്തിനെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടത്തിയ വിഗ്രഹം ഉണ്ടാക്കുന്നത്. എന്നാൽ ആ വിഗ്രഹം ഉണ്ടാക്കുന്നത് ഹറാമാണെങ്കിൽ അവിടെ പോയി തേടുന്നതും അത് തേടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അർത്ഥത്തിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് വരിക. ഇതൊക്കെയല്ലേ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലാണ്ട് സൗദികൾ കബർ പൊളിച്ചേ, സൗദികൾ ജാറം പൊളിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കരയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ പറയുന്നു ജാറമാണ് ഇസ്ലാം എന്നുള്ളത്. ഞങ്ങൾ പറയുന്നു, ആര്? മുഅ്മിനീങ്ങളായ ആളുകൾ പറയുന്നു, പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ജാറത്തിന് ഇസ്ലാമിൽ യാതൊരു വിലയുമില്ല, ഒരു സ്ഥാനം ഇല്ല. അത് ജൂതന്മാരിലൂടെ ഷിയാക്കള്, ഇന്ന് കേരളത്തിൽ കാണുന്നത് ഷിയാക്കളിലൂടെ ഈ കുബൂരികൾ, അത്രേ ഉള്ളൂ. നിങ്ങൾ പറയും. ഇനി ഞാൻ പറയുന്ന കണക്കുകൾ മറക്കരുത്. ഇവിടെ എല്ലാവർക്കും ഖുർആൻ ഹദീസ് ഒന്ന് ഓതിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ ഈ ജനങ്ങളെ ഉപയോഗിക്കാൻ എടുക്കുന്ന കാര്യവും. അതായത് ഈ സാധുക്കൾക്ക് ഏതാണ് ശരി ഏതാണ് ശരിയല്ലാത്തതെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ സാധുക്കളെ വിളിച്ചോളിയും മൗലായെന്നും പറഞ്ഞിട്ട് ഈ സാധുക്കളെ ജാറങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധുക്കളായ പാമര ജനതയെ നിങ്ങൾ ഷിർക്കിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സംശയമില്ല. അത് നിങ്ങൾ തന്നെ പറയുന്നത് നന്നായേ ഉള്ളൂ. പറയും. സൗദി അറേബ്യയിലില്ലല്ലോ, മക്കയിലില്ലല്ലോ, കഅബ നിൽക്കുന്നിടത്തില്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആദ്യ വിശ്രമ സ്ഥലമായ മദീനയിലില്ലല്ലോ. ദുനിയാവിൽ ഒരു സ്ഥലത്തും ഒരു കിതാബിലും മക്കയെയും മദീനയെയും നോക്കി ദീന് പഠിക്കണമെന്നോ ദീന് പറയണമെന്നോ പറഞ്ഞിട്ടില്ല. ഇല്ല. എന്നാൽ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അത് നോക്കിയിട്ട് തന്നെ ദീന് പഠിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ദീന്? അത് കിതാബുള്ള വസുന്നത്ത് റസൂലുള്ളയാണ്. അതിലാണ് നമുക്ക് എന്താണ് ദീന് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇനി സൗദി അറേബ്യയിൽ ഇല്ലല്ലോ, സൗദി അറേബ്യയിൽ ഉണ്ടല്ലോ, ഇതൊന്നല്ല ദീന്. സൗദി അറേബ്യയിൽ ഉള്ളതല്ല. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അതിന് സൗദി അറേബ്യനെയും കുറ്റം പറയേണ്ട, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ളയെയും കുറ്റം പറയേണ്ട. എന്താണ് ദീന്? അത് പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് ദീന്? അത് സ്വഹീഹായ ഹദീസിലുണ്ട്, ആസാറു സ്വഹാബയിലുണ്ട്. ഈ ആസാറു സ്വഹാബ എന്ന് പറഞ്ഞാൽ അവർ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഉള്ള ആളുകൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടില്ലെങ്കിൽ, അന്നത്തെ സൗദി അറേബ്യ, ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന ആ പേരല്ല, അന്നത്തെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ സ്വഹാബി ആവില്ല. അതൊന്നുമല്ല, നമ്മൾ ദീർഘിച്ച് പറഞ്ഞു പോകുന്നില്ല. ഇവിടെ സൗദി അറേബ്യയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല തെളിവ്. സൗദി അറേബ്യയിൽ ഇല്ല എന്നുള്ളത് അവിടെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സൗദി അറേബ്യയിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് സൗദി അറേബ്യയിൽ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ കൊണ്ടാടേണ്ടയും ആവശ്യമില്ല. അപ്പോൾ സൗദി അല്ല ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനം. സൗദിയിലാണ് ഇന്ന് കുറച്ചെങ്കിലും ഇസ്ലാമിക കാര്യങ്ങൾ നടക്കുന്നത്. ഇനി അനാചാരങ്ങളായിട്ട് അവിടെ നടക്കുന്നില്ലേ? ഫിത്ന ഭയന്നുകൊണ്ട് ഷെയ്ഖിനെ പോലെയുള്ള ആളുകൾ ചില കാര്യങ്ങളെ അവിടെ കണിശമായിട്ട് റദ്ദാക്കുന്നില്ല. കാര്യം ഫിത്ന ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. നേരത്തെ നമ്മൾ ഓതിയ ആയത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, വഹ്തസിമു ബി ഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു എന്നുള്ള ആയത്ത്, അതറിയുന്നവരാണ് അവർ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അത് ആ അടിസ്ഥാനപരമായിക്കൊണ്ട് കുറേ സംസാരിച്ചു കൊണ്ടുവരും. ഈ മുസ്ലിം കുറച്ചും കൂടി പറയുന്നുണ്ട്. വീഡിയോ വലുതാകാതിരിക്കാം, നമുക്ക് മൂപ്പര് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം, കുറച്ചുകൂടി കേൾക്കാം. ഒരു കാര്യമാണെന്ന്, വളരെ സത്യമായ കാര്യമാണ്. അപ്പോ വിശ്വാസികളായ ആളുകൾ, കൺഫ്യൂഷനുള്ള ആളുകൾ, എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നാമത്തെ ദൗലത്ത് സൗദിയ വരുന്നത് 1744 അത് കൃത്യമായ കണക്കാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീല താഴ്ത്തി കാലയമലികക്കുള്ളിൽ മറന്നത് ക്രിസ്താബ്ദം 632 ക്രിസ്താബ്ദം 632 മുതൽ ഒന്നാം ദൗലത്ത് സൗദിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നതുവരെ 1112 കൊല്ലം 1112 കൊല്ലം മുഹമ്മദ് റസൂലുള്ളയും അവിടുത്തെ അനുചര സഹകളത്ര ബന്ധുമിത്രാദികളും അള്ളാഹു റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവരെ പഠിച്ചവരും നിലനിന്ന 1112 കൊല്ലം നിലനിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? അതാണോ ശരി? അതല്ല.
1744 ആദ്യമായി ഉണ്ടാക്കിയ ദൗലത്ത് സൗദിയ മുതൽ ഇന്ന് 2025 വരെ നോക്കുമ്പോൾ 281 കൊല്ലമായി വന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? ഇപ്പം എവിടെ നിൽക്കണം എന്നുള്ളതാണ് മൂപ്പരുടെ സംശയം. ആളുകളുടെ മനസ്സിലേക്ക് തശ്വീഷാക്കിക്കൊണ്ട് അവരെ ഇസ്കാലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുടെ കൂടെ നിൽക്കണം? പൊന്നാര മൂല്യരെ, നിങ്ങളുടെ കയ്യിൽ പരിശുദ്ധ ഖുർആനില്ലേ? അത് ആഴത്തിലോതൂ. നിങ്ങൾ ആഴത്തിലോതിയാൽ അതിൽ ഉണ്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ കൈകളിൽ ഇല്ലെങ്കിൽ പറയുക, നമുക്കത് സംഘടിപ്പിക്കുവാനുള്ള മാർഗം ചെയ്യാം. സ്വഹീഹായ ഹദീസുകളില്ലേ? ഈ ഹദീസുകൾക്കൊക്കെ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനമില്ലേ? അല്ലേ? പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ തിരുസുന്നത്ത് അതിന്ന് നിലവിൽ നമുക്ക് ലഭ്യമല്ലേ? അതിലില്ലേ നാം എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്? ഇനി അറിയില്ലെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ കുറേ മുസ്ലിയാക്കന്മാരുടെ ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് കുറേ കിതാബുകൾ ഓതിയിട്ട് സർഫുൻ നഹബും അതുപോലെയുള്ള കാര്യങ്ങൾ ഓതി പഠിച്ച് പിന്നീട് ഫത്വൽ മൊയ്യീനും അതുപോലെ മന്ദിക്കും കുന്തിക്കും ഒക്കെ ഓതിയിട്ട് അവസാനം അറബി കോളേജായ സഖാഫത്ത് സുന്നിയയിൽ പോയിട്ട് അവിടുന്ന് നിങ്ങളൊരു ബിരുദം എടുത്തിറങ്ങിയിട്ട് ഇതുപോലെ ആളുകളെ പഴപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിക്കൂടെ? അതിൽ സൂറത്ത് നിസായിലെ 59-ാമതൊരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാ. ആ സൂറത്ത് നിസായിൽ 59-ാമത്തെ ആയത്തിൽ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അവിടെ നിന്നാ പോരെ നമുക്ക്, അല്ലേ? എന്തേ പറഞ്ഞത്? മുഅ്മിനീങ്ങളോടാണ് പറഞ്ഞത്, വിശ്വസിച്ചവരോടാണ് പറഞ്ഞത്. കുബൂരികളോടും ഖുറാഫികളോടും അല്ല പറഞ്ഞത്, മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾ, വിശ്വസിച്ചവരെ അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ. വ അത്തിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെയും റസൂലിനെയും അനുസരിക്കണേ. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളായ ഉമറാക്കളായ നിങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരായ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. ആ പറഞ്ഞതിന് ഒരു ഓപ്ഷൻ ഇട്ട്, അത്രേ ഉള്ളൂ. നേരത്തെ അള്ളാഹുവിനെ അത്തയുള്ളയും വാത്തിയൂർ റസൂലയും എന്താണ്? അതിന് ഓപ്ഷനില്ല, അത് നിരുപാധികമാണ്. അവിടെ ചോദ്യങ്ങൾക്ക് വകയില്ല, അവിടെ തിരിച്ച് സംശയങ്ങൾക്ക് വകയില്ല. എന്താണോ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. എന്താണോ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ അനുസരിച്ചു, ഇത്രേ ഉള്ളൂ. എന്നാൽ വൗലിൽ അംരി മിൻകും എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഓലെന്തെങ്കിലും പൊട്ടപ്പോയത്തും പറഞ്ഞാൽ അത് നിങ്ങൾ എടുക്കണ്ട എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അവരെന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അവരിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും മടക്കിയെന്നാണ്. അല്ലാണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സുബുക്കി എന്തെങ്കിലും പൊട്ടപ്പോയത്തം എഴുതി വെച്ചെങ്കിൽ അതിലേക്ക് മടക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും റംലി എന്തെങ്കിലും പിഴച്ച വിശ്വാസം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മടക്കാനല്ല പറഞ്ഞത്. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആന്, അപ്പോൾ പരിശുദ്ധ ഖുർആൻ ആർക്കറിയാം? എല്ലാവർക്കും അറിയണം, എല്ലാവരും പഠിക്കണേ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പഠനം, നമ്മൾ നിസ്കാരം, നോമ്പ്, ഹജ്ജ് മാത്രമായിട്ട് നടക്കരുത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ആദ്യത്തെ ആയത്തിറക്കിയത് എന്താ? അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. വായിക്കണം. എന്താ വായിക്കേണ്ടത്? ബാലരമേണ വായിക്കണ്ടേ? ആണോ? നോവലുകളാണോ? വീക്കിലികളാണോ? പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അത് വായിക്കണം, പഠിക്കണം. അപ്പോൾ സൂറത്ത് നിസായിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ് അതിൻ്റെ നിലപാടിലാണ് നമ്മൾ നിൽക്കേണ്ടത്. പരിശുദ്ധ ഖുർആന് നെഞ്ചേറ്റി കഴിഞ്ഞാൽ ഭിന്നിക്കൂല ജനങ്ങളെ. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കൂല. പിന്നെ ആരെന്ത് വിവരക്കേടുമായിട്ട് വന്നാലും വളരെ നിഷ്പ്രയാസം നമുക്ക് തള്ളാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി അദ്ദേഹം പറയട്ടെ. സൗദി അറേബ്യ ഉണ്ടായിരുന്ന മറ്റൊരു കണക്ക് 1932 സെപ്റ്റംബർ 23 സൗദി അറേബ്യ ഉണ്ടാകുന്നത്, KSA ഉണ്ടാകുന്നത്. ആ KSA ഉണ്ടായത് മുതൽ അങ്ങോട്ട് നോക്കിയാലോ 1932 മുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യവിശ്രമ സമയം മുതൽ 1300 കൊല്ലം 1300 കൊല്ലം നിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? അതല്ല, സൗദി അറേബ്യയിലേക്ക് നോക്ക് എന്ന് പറയുമ്പോൾ ആ സൗദി അറേബ്യ വന്നിട്ട് ഇന്നേക്ക് 93 കൊല്ലമേ ആയിട്ടുള്ളൂ. 100 കൊല്ലമാകണമെങ്കിൽ 2032 സെപ്റ്റംബർ 23 വരണം. ഈ സൗദി അറേബ്യയിലേക്ക് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ കരുതിയെന്നറിയോ? സൗദി അറേബ്യയിൽ മങ്കൂസില്ല, കുങ്കൂസില്ല, മറ്റേ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നുമില്ല. അതില്ല. ഞാൻ അവിടേക്ക് നോക്കി വെച്ചാൽ പ്രശ്നമാണ്. അവിടെ ജാറല്ല, അവിടെ ഉറൂസില്ല, അവിടെ ദിക്ർ ഹൽക്കല്ല, മറ്റുള്ള ഈ പണം പിരിവും ചാപ്പാട് പരിപാടിയും അവിടെ ഇല്ല. അപ്പോൾ അവിടേക്ക് നോക്കിയാൽ നമ്മളെ ബിസിനസ് പൊളിയും. അപ്പോൾ ആരെങ്കിലും അവിടേക്ക് നോക്കിയെന്ന് പറയുമ്പോൾ അവിടേക്ക് നോക്കണ്ടെന്ന് പറയണം. കാരണം എന്താണെന്നറിയോ? നമ്മളെ മുൻകഴിഞ്ഞു പോയ കുറേ വിവരദോഷികളായ കുറേ ആളുകൾ എഴുതി വെച്ച സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ് ദീനിൻ്റെ മരം എന്നല്ല അതിനർത്ഥം.
സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും ഒരു ജാറം കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇവർ പറയും അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് തല്ലി പൊളിച്ചതാണ്. ആയിക്കോട്ടെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ല എവിടെ നോക്കിയിട്ടാണ് തല്ലി പൊളിച്ചത്? അത് മൂപ്പരൊരു കിതാബ് കൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൽ മൂപ്പര് ഇതൊക്കെ തല്ലി പൊളിക്കണം എന്ന് എഴുതി വെച്ചിട്ട് അതാ ഞാൻ എഴുതി വെച്ച് കുഞ്ഞ് തല്ലി പൊളിച്ചോളി എന്ന് പറയുകയാണോ? അതോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥം, വാക്ക്, മൊഴിമുത്ത്, ഹദീസ് അതെടുത്തുകൊണ്ടാണോ? നമുക്ക് ജാറായിട്ട് മയ്യത്തായിട്ട് നമുക്കൊരു ഏർപ്പാടുമില്ല മൗലിയരെ. നിങ്ങൾ മയ്യത്ത് വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതൊക്കെ പോട്ടെ സഹോദരന്മാരെ, ഈ സക്കാഫി ഉണ്ടല്ലോ, ഈ സക്കാഫിയോട് നമ്മൾ ചോദിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന ആയിഷ ബീവിയുടെ വീട് അത് മാത്രമാണ് ഹിജ്റ 300 മറ്റോ ബന്ദോബസ്താക്കിയിട്ടുള്ളത്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ അത് അടച്ചുപോയി. എന്നാൽ അതല്ലാതെ കുറേ സഹാബിമാരുടെ ഖബറുകൾ ജന്നത്തുൽ ബഖീയിലും മറ്റുമൊക്കെ ആയിട്ട് പല സഹാബി വര്യന്മാരുടെയും ഔലിയാക്കളായ പല ആളുകളുടെയും ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പൊളിച്ചത് അബ്ദുൽ വഹാബാണെന്ന് പറഞ്ഞു. ആരിതൊക്കെ പണിയെടുത്തത്? ആ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ആംബിയർ ഇടിച്ച കാണിച്ചു തരാൻ പറ്റുമോ? അതായത് മറവ് ചെയ്തതല്ല കേട്ടോ. മറവ് ചെയ്തിട്ട് അവിടെ ഈ കട്ടയും മണ്ണും അതുപോലെ സിമെൻറ്റും അതുപോലെ ബ്രിക്സും ഒക്കെ വെച്ചിട്ട് ഇനി അന്ന് സിമെൻറ്റും ബ്രിക്സും ഇല്ലയെന്ന് വെച്ചോളിയും. അത് പണിത് ഉണ്ടാക്കിയത് ആരാണ് മൂല്യരെ? എവിടെ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാൻ കഴിയുക? ഏത് ഗ്രന്ഥത്തിലുള്ളത്? കുറച്ചും കൂടി മൂപ്പര് പറയട്ടെ. അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് നോക്കുക. അതാണ് ഇസ്ലാം എന്ന് പറയുന്നെങ്കിൽ വെറും 93 കൊല്ലം മാത്രം പഴക്കമുള്ള സൗദി അറേബ്യ നോക്കി ഇസ്ലാം പഠിക്കണോ? അതല്ല, അവിടെ നിന്ന് 1932 മുതൽ മുകളിലേക്ക് നോക്കിയാൽ ഹബീബായ റസൂലുള്ള വഫാത്തായ സമയം വരെ 1300 കൊല്ലക്കാരുടെ കൂടെ നിൽക്കണോ? ഇപ്പോഴാണ് നിങ്ങൾ കറക്റ്റ് ഒരു ചോദ്യം ചോദിച്ചത്. അന്നത്തെ ആ സ്വഹാബാക്കളുടെ കൂടെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ അഭ്യസിച്ച ആ സ്വഹാബാക്കളുടെ കൂടെ നിൽക്കാൻ നമുക്ക് എന്നാ പറയും. അവരിൽ ആരുടെ ഖബറാണ് ജാറമാക്കിയിട്ട് ആരാണ് കെട്ടിയുണ്ടാക്കിയത്? തെളിവ് പറയണം. ആരുടെ മയ്യത്തിൻ്റെ കാലിൻ്റെ ഭാഗത്താണോ തലയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ നടുവിലാണോ എവിടെ ആവട്ടെ ആരാണ് ഇരുന്നിട്ട് ഒരു സ്വഹാബി വഫാത്തായപ്പോൾ റസൂലിൽ അടക്കമുള്ള അന്നേ അക്കാലത്തുള്ള ആളുകൾ ആരെങ്കിലും വഫാത്തായപ്പോൾ ആരാണ് അവിടെ ഇരുന്നിട്ട് ഖുർആൻ പാരായണം നടത്തിയത്? പറയണങ്ങൾ. ആരാണ് ആ മയ്യത്ത് അവിടുന്ന് സന്തൂക്കിലേറ്റുമ്പോൾ അവിടുന്ന് എടുക്കുമ്പോൾ അൽഫാത്തിയ വിളിച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിയത്? പറയണങ്ങൾ, തെളിവ് പറയണങ്ങൾ. അന്നത്തെ കാലത്ത് നിന്നാൽ മതി, അവിടെ നിന്നാൽ പോരങ്ങൾക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ആരാണ് ഈ കബറിങ്ങത് കൊണ്ടുവച്ചിട്ട് അവിടെ മൻ റബ്ബുക മൻ നബിയുക മൻ ദീനുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള തൽക്കീൻ ആരെ ചൊല്ലിയത്? ആരുടെ കബറടക്കുമ്പോഴാണ് ചൊല്ലിയത്? പറയണങ്ങൾ. അതുപോലെ തന്നെ ആരുടെ കബറിലാണ് മുഖപ്പറ്റു വെച്ചത്? അതൊക്കെ പോട്ടെ, ആരുടെ കബറിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് കത്തം തീർത്തത്, കത്തപ്പര കെട്ടിയത്? ആരുടെ 3-നാണ് കണ്ണൂക്ക് നടത്തിയത്? ആരുടെ 7-നാണ് മങ്കൂസ് ഓതിയത്? ആരുടെ 16-നാണ് അടിയന്തരം നടത്തിയത്? ആരുടെ 40-നാണ് മൗലൂദ് നടത്തിയത്? ആരുടെ ആണ്ടാണ് നടത്തിയത്? ഇനി അതൊക്കെ പോട്ടെ, ഏത് 27-ാം രാവിനാണ് പാടത്തേക്ക് ആളുകളെ വിളിച്ചുകൊണ്ടായിട്ട് സലാത്തും ദിക്റും ചെല്ലിപ്പിച്ചിട്ട് പൈസ പിരിച്ചത്? അതുപോലെ എവിടെയാണ് ഈ പറയപ്പെട്ട ദിക്ർ ഹൽക്കകളും അതുപോലെ സ്വലാത്ത് നഗറുകളും സ്വലാത്ത് വാർഷികങ്ങളും ദിക്ർ മജ്ലിസുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയത്? ആരുടെ മറ്റുള്ള വീടുകളിൽ എന്തെങ്കിലും തുടക്കത്തിനാണ് അൽഫാത്തിയ വിളിച്ചുകൊണ്ടുള്ള ആ കൂട്ടുപ്രാർത്ഥനകൾ ഏത് സ്വഹാബിയുടെ വീട്ടിലാണ് നടത്തിയത്? ആരാണ് ചെയ്തത്? അതുപോലെ ഇസ്ലാമിൽ ഇന്ന് കാണുന്ന ഈ ജാറ വ്യവസായവും അവിടുത്തെ പള്ളി ഉറൂസുകളും പെട്ടിവരവുകളും ചന്ദനക്കുടങ്ങളും ഇതൊക്കെ അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് നിങ്ങൾ അപ്പടെ നിന്നാൽ മതിയേ. ഇവിടെ ആരും അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. സൗദി അറേബ്യ അല്ല, അതായത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ അതല്ല ദീനിൻ്റെ ദലീൽ. പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹ് ഹദീസാണ്, ആസാർ സ്വഹാബയാണ്. ഇനി പറഞ്ഞോളി, അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇല്ലാത്ത എന്തൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? പൊന്നാരൻ്റെ മൂല്യരെ അതൊന്നും നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ടൊന്ന് വായിച്ചു നോക്കാനേ നാണോ മാനോ ഉണ്ടെങ്കിൽ. അല്ല, പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്നുള്ളതാണ് ദീനിച്ചിങ്. അവിടേക്ക് മടങ്ങിങ്ങൾ അതന്നെ പറഞ്ഞത് ഫൈൻതന സായത്തും ഫീഷയും ഫർദുഹു ഇലല്ലാഹി വറസൂൽ. കാന്തപുരം കൊട്ടപ്പുറത്ത് അല്ലല്ലാത്തവരെ വിളിക്കാൻ ഇന്ന ആയത്തിൻ്റെ മുറി തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളവാദം പറഞ്ഞപ്പോൾ, പിഴച്ച വാദം പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ഒന്നും മുരിയാടാതിരുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും അതിലേക്കൊണ്ട് മടങ്ങി. അത്രേ ഉള്ളൂ. പറ മൂല്യരെ, കുറച്ചും കൂടി പറയും. ഞാൻ വെറുതെ കണക്ക് പറഞ്ഞതല്ലോ. സൗദി അറേബ്യയുടെ ആദ്യ ഭരണാധികാരി ആരാണ്? അബ്ദുൽ അസീസ് ആലു സൗദാണ്. രണ്ടാമത് വന്നയാൾ ആരാണ്? സൗദ് ബിൻ അബ്ദുൽ അസീസ് ആണ്. മൂന്നാമത് ഫൈസലാണ്. നാലാമത് ഖാലിദാണ്. അഞ്ചാമത് ഫഹദാണ്. ആറാമത് അബ്ദുള്ളയാണ്. ഏഴാമത് ഇപ്പോൾ ഭരിക്കുന്നത് സൽമാൻ രാജാവാണ്. കാത്തിരിക്കുന്ന മകൻ മുഹമ്മദാണ്. ഇത്രയേ ആയിട്ടുള്ളൂ സൗദി അറേബ്യക്ക്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം.
ഈമാനെ പോക്കറ്റടിച്ചു പോകാൻ നമ്മൾ നിന്നുകൊടുക്കരുത്. സൗദിയിലേക്ക് നോക്ക്, സൗദിയിലേക്ക് നോക്ക്, സൗദിയിലേക്ക് നോക്ക്. സൗദിയുടെ ചരിത്രം ഇതാണ്. KSA വന്നിട്ട് 93 കൊല്ലം. ഈ പിന്തിരിപ്പൻ ആശയം വന്നിട്ട് ഇന്നേക്ക് 281 കൊല്ലം. അതിന്റെ മുമ്പ് 1300 കൊല്ലം മുഹമ്മദ് റസൂലുള്ളയും അഞ്ചര സഹകളത്ര ബന്ധുമിത്രാദികളും ജീവിച്ച സ്ഫടിക സ്ഫുടമായ ആ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നാം മനസ്സിലുറപ്പിക്കണം. നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അള്ളാഹു ബറക്കത്തു ചെയ്യട്ടെ. ജസാക്കല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സഖാഫി പറഞ്ഞത് എന്താണ്? നിങ്ങൾ സൗദി അറേബ്യയിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്കും സ്വഹീഹ് ഹദീസിലേക്കുമാണ് നോക്കേണ്ടത് എന്നാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള വീഡിയോസോ അല്ലെങ്കിൽ മറ്റൊന്നും അവൈലബിൾ അല്ല. അന്ന് ജീവിച്ചിരുന്ന ആളുകളൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? റസൂലുള്ളയും സ്വഹാബത്തും ആ ഫിർഖത്തുൻ നാജിയ അവർ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് എന്ന് പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുക. പൊന്നു ജനങ്ങളെ, അത്രേ ഉള്ളൂ. നിങ്ങൾ അവിടേക്ക് മടങ്ങുക. എന്നിട്ട് ഇവർ പറയുന്ന അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടിയിട്ട് ജാറങ്ങളുമായിട്ട് നടക്കുന്ന ഇവർ ഈ ജാറ വ്യവസായത്തിന് വേണ്ടിയിട്ട് ഈ വാദോരാത സംസാരിക്കുന്നത്, അത് അല്ല പഠിപ്പിക്കാത്ത അള്ളാഹുവിൻ്റെ മതത്തിൽ അള്ളാഹുവിങ്കൽ മതമായുള്ള ദീനുൽ ഇസ്ലാമിൽ ഹറാമായ ശിർക്കായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബിസിനസ് സംരംഭമാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. നല്ലോണം അധ്വാനിക്കുക, നല്ല പോലെ വേല ചെയ്യുക. അത് അവനവൻ്റെ സ്കില്ലനുസരിച്ച് കൊണ്ട്, അവനവൻ്റെ ആരോഗ്യമനുസരിച്ചുകൊണ്ട്, അവനവൻ്റെ അറിവനുസരിച്ചുകൊണ്ടുള്ള ജോലി ചെയ്യുക. ദയവ് ചെയ്തിട്ട് മക്കളെ മുസ്ലിയാർ പണിക്ക് വിടാതിരിക്കുക. മുസ്ലിയാർ പണിക്ക് വിട്ടാൽ അതൊരു പണിയല്ല. അതുകൊണ്ട് എന്താണ്, അത് ഫിത്നയുടെ മാർഗമാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ടിറങ്ങും എന്നുള്ളതാണ്. ഒരു പ്രദേശമുണ്ടോ അവിടെയുള്ള ആളുകളെല്ലാം നിസ്കരിക്കാൻ പഠിച്ചിരിക്കണം, നിസ്കാരത്തിൻ്റെ ഇമാമത്ത് നിൽക്കുവാൻ പഠിച്ചിരിക്കണം. അതുപോലെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. ഞങ്ങളത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ തലകുത്തി മറിയാൻ വേണ്ടിയിട്ടും ഒരു പുരോഹിതൻ്റെ കാലും പിടിക്കാൻ പോകാറില്ല. ഒരു മയ്യത്ത് എങ്ങനെ സംസ്കരിക്കണം, ഒരു മയ്യത്ത് എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ദീനുൽ ഇസ്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടായാൽ, ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റെന്ത് ഇസ്ലാമിൽ എന്തെന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെയും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു മുസ്ലിയാരുടെ ഓരോ ഓശാരത്തിൻ്റെ ഒരു ഓശാനടി ആവശ്യമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഇനി ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട. സൗദി അറേബ്യ അല്ല ദീനിൻ്റെ അടിസ്ഥാനം. സൗദി അറേബ്യയിൽ എന്തുണ്ട് എന്നുള്ളതല്ല. സൗദി അറേബ്യയിലുള്ളതൊക്കെ ഇസ്ലാം ദലീൽ പ്രമാണം ഇതനുസരിച്ചാണോ ആണ്. അതുപോലെ നമ്മളും പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ സൗദി അറേബ്യയിലേക്ക് നോക്ക് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലേക്ക് നോക്കിക്കോ. പക്ഷേ ഇത് ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും നോക്കിയിട്ടാണ്. അത് ഏത് വിഭാഗക്കാരായാലും വേണ്ടില്ല. അതിലേക്ക് നോക്കാതെ ജീവിച്ചാൽ അവന് കുബൂരിയും ഖുറാഫിയായി മാറും. കാര്യം പരിശുദ്ധ ഖുർആന് അറിയില്ല. പിന്നെന്താണ്, ഈ പറയപ്പെട്ട ആളുകളുടെ തൊള്ളപ്പുട്ടും വായ്പാട്ടുമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ അതിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും തന്നെയാണ് പരിശുദ്ധ ദീന് എന്നുള്ളത് മനസ്സിലാക്കുക. ദീന് നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ്. ഇസ്നാദുകളിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസും എന്നുള്ളത് തിരിച്ചറിയുക. തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് അത് ഉപജീവനമാർഗമാക്കി നടക്കുന്ന ജനങ്ങളെ നമ്മുടെ നാടിന്ന് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗമാണ്. ഒന്ന് ഈ പൗരോഹിത്യം, രണ്ട് രാഷ്ട്രീയക്കാർ. ഇവർക്ക് രണ്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവനമല്ല എന്ന് തിരിച്ചറിയുക. അതവരുടെ ഉപജീവന മാർഗമാണ് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഉരുത്തിരിയേണ്ടതാണ് നമ്മുടെ ചിന്തകൾ. നാം മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. നാം മടങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിലേക്കാണ്. നാം എങ്ങനെയാണ് അവിടേക്ക് മടങ്ങേണ്ടതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഹബീബിലേക്കുമാണ് മടങ്ങേണ്ടത്. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത് പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് മടങ്ങേണ്ടത് സ്വഹീഹ് ഹദീസുകൾ വ്യക്തമായിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അവരർത്ഥത്തിൽ അത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.